ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന സാമൂഹ്യാധിഷ്ഠിത ആന്റി മൈക്രോബിയൽ പ്രതിരോധ നിയന്ത്രണ പരിപാടി അമരം എന്ന ആലപ്പുഴ മോഡൽ ഓഫ് ആന്റി മൈക്രോബിയൻ റെസിസ്റ്റൻസ് അവയർനെസ് ആൻഡ് മിറ്റിഗേഷന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം സംബന്ധിച്ച് സാക്ഷരത ഉണ്ടാക്കിയെടുക്കണമെന്ന് മന്ത്രി പറഞ്ഞു. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അഥവാ ആന്റിബയോട്ടിക്കുകൾക്ക് എതിരെയുള്ള രോഗാണുക്കളിലെ പ്രതിരോധം നിശബ്ദമാരിയായി ലോകം മുഴുവനും അംഗീകരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം സംബന്ധിച്ച സാക്ഷരത ഉണ്ടാക്കിയെടുക്കണമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. മനുഷ്യരിലും മൃഗങ്ങളിലും സസ്യവൃക്ഷാദികളിലും അണുബാധ തടയുന്നതിനും ചികിത്സിക്കുന്നതിനും ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കുകളും ആന്റിവൈറലുകളും അടങ്ങിയ മരുന്നുകളുടെ ദുരുപയോഗവും അശാസ്ത്രീയമായ പ്രയോഗവും മരുന്നുകളോട് രോഗാണുക്കൾ പ്രതികരിക്കാത്ത സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. ഇത് പകർച്ചവ്യാധി നിയന്ത്രണത്തിലും ചികിത്സയുടെ സാധ്യതകളെയും ഇല്ലാതാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന സാമൂഹ്യ അധിഷ്ഠിത ആന്റി മൈക്രോബിയൽ പ്രതിരോധ നിയന്ത്രണ പരിപാടി അമരം എന്നതിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കാലിക പ്രാധാന്യമുള്ള ഒരു പരിപാടി വേറെ ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. അതുകൊണ്ട് ഈ പ്രാധാന്യമുള്ള പരിപാടി അതിന് വേദിയായി മുഹമ്മദ് പഞ്ചായത്തിനെ തന്നെ തെരഞ്ഞെടുത്തതിലുള്ള സന്തോഷമുണ്ട്. ജില്ലാ പഞ്ചായത്തിനെയും ത്രിതല പഞ്ചായത്തിനെയും ആരോഗ്യ വകുപ്പിനെയും ഹൃദയം അവർക്ക് അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചു. രാവിലെ 7 മണിക്ക് ഇതിലൊക്കെ വീട്ടിൽ വിളിക്കാതെ പ്രശ്നം ഉണ്ടായി എനിക്ക് പ്രശ്നമൊക്കെ ആന്റിബയോട്ടിക്കുകളുടെ കണ്ടുപിടുത്തം അല്ലെങ്കിൽ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം ലോകത്തുണ്ടാക്കിയ മാറ്റം ചെറുതായിരുന്നു. അപ്പോൾ ആരോഗ്യ മേഖല ഇതിന്റെ തന്നെ എവിടെയുണ്ട്. ആന്റിബയോട്ടിക് അത്രമേ നമ്മുടെ ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറി. ഇതിന്റെ കണ്ടുപിടുത്തങ്ങളിലേക്ക് എത്തിയതും അത് കണ്ടുപിടിച്ച ലോകം ആദരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ കണ്ടുപിടുത്തമായി മാറുകയും ചെയ്തു. അനേക കോടി മനുഷ്യരെ മരണത്തിലേക്ക് തള്ളിവിട്ടു കൊടുക്കാതെ ജീവിതത്തിൽ നിലയുറപ്പിക്കുന്നതിന് പിറന്നു വീഴുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ജീവിതത്തിന്റെ പ്രഭാതത്തിൽ ഇങ്ങനെ വീണ്ടു നിന്ന് നിൽക്കുന്ന യൗവനങ്ങൾ ഉൾപ്പെടെയുള്ള എത്രയോ പേരിലേക്ക് അവരുടെ ജീവിതത്തെ നിലനിർത്തുന്നതിന് ആന്റിബയോട്ടിക്കുകൾ ഗുണപ്പെട്ടു, പ്രയോജനപ്പെട്ടു. ആന്റിബയോട്ടിക്കുകളുടെ കണ്ടുപിടുത്തം ലോകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ജീവൻ നിലനിർത്തുന്നതിന് ഏറെ ഗുണപ്പെടുകയും ചെയ്തു. എന്നാൽ സ്വയം ചികിത്സയും ആവശ്യമില്ലാത്ത സന്ദർഭത്തിലുള്ള ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗവും രോഗാണുക്കളിൽ വലിയ പ്രതിരോധമാണ് സൃഷ്ടിക്കുന്നത്. രോഗാണുക്കളെ അതിജീവിക്കുന്നതിന് ആന്റിബയോട്ടിക്കുകൾക്ക് കഴിയാത്ത സാഹചര്യം ഇത് സൃഷ്ടിക്കുന്നുണ്ട്. ഈ വിഷയത്തെ ആദ്യ പിണറായി വിജയൻ സർക്കാരിന്റെ കാലം മുതൽ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും അതിന്റെ തുടർച്ചയായാണ് ആലപ്പുഴയിൽ ഇത്തരമൊരു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷയായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സമ്മേളനത്തിൽ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.